ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം? റോസ് ബാൻ വ്ളോഗിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിക്സ് ലിപ്സ്റ്റിക്കിൻ്റെ പ്രേമിയായി മാറിയിട്ടുണ്ട്. ഒരു ഹ്യൂജ് കളക്ഷൻ വീഡിയോ നിങ്ങൾക്ക് ഞാനിവിടെ ഇടാം. അത് ഞാൻ 2 വർഷം മുമ്പ് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ ലിപ്സ്റ്റിക്സ് എൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഐ തോട്ട് ഓഫ് ഷെയറിങ് ഇപ്പോഴത്തെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മറ്റതൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇപ്പം ഡെയിലി വെയർ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് നിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ ഷെയ്ഡ്സ് ആണ്. പല ഷെയ്ഡ്സ്, അതിൻ്റെ പല കാറ്റഗറിയിലുള്ള പല ഷെയ്ഡ്സ് ആണ്. എല്ലാ തരത്തിലുള്ള പ്രോഡക്ട്സും അവർക്ക് അവൈലബിൾ ആണ്. ബട്ട് വാട്ട് ഐ ലൈക്ക് അബൌട്ട് ദ നിക്സ് ലിപ്സ്റ്റിക് കളക്ഷൻ ഇസ് അവർ ഓഡിയൻസിനെ വളരെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഈ ഒരു പ്രോഡക്ട്സ് ഇപ്പോൾ ഇറക്കുന്നത്. നേരത്തെ അവർ ഇറക്കിയിരുന്നു. അവർ ഓരോ പ്രാവശ്യം ഇറക്കുന്നതും എല്ലാ കളർ ടോണിനും പറ്റുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആൻഡ് ഓൾസോ എല്ലാ ഒക്കേഷനും വേണ്ടിയിട്ടുള്ളതുണ്ട്. അതായത് പാർട്ടി മാത്രമല്ല, ഓഫീസിൽ അല്ലെങ്കിൽ ന്യൂ മോംസിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും നീഡ്സ് ഡിഫറെൻ്റ് ആണല്ലോ. ചിലർക്ക് കുറച്ച് ലോങ് ലാസ്റ്റ് ചെയ്യണം, ചിലർക്ക് ഹൈഡ്രേറ്റിംഗ് ആയിരിക്കണം, ചിലർക്ക് ഇപ്പോൾ ഒന്ന് സ്പോട്ടിന് പുറത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് സൈക്ലിങ്ങിന് പോകുമ്പോഴത്തേക്കിനും അത് കുറേ അധികം നേരം ഇരിക്കണം. ആൻഡ് ഇറ്റ് ഷുഡ് നോട്ട് ലുക്ക് ലൈക്ക് ഇറ്റ്സ് ലൈക്ക് എ ലോട്ട് ഓഫ് മേക്കപ്പ് ഓൺ യുവർ ഫേസ്. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും പറ്റിയ രീതിയിലുള്ള ലിപ് കാറ്റഗറീസിൽ പെടുന്ന സാധനങ്ങൾ അവർ ഇറക്കുന്നുണ്ട്. അപ്പോൾ ഐ തോട്ട് ഓഫ് ഷെയറിങ് മൈ നിക്സ് ലിപ്സ്റ്റിക് ജേർണി. പക്ഷേ ഞാൻ വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ലെന്നല്ല, അഫോർഡബിളായിട്ട് എല്ലാവർക്കും മേടിക്കാൻ പറ്റുന്ന ഒരു കാറ്റഗറി ആണ് നിക്സിൻ്റെ സെലക്ഷൻ. അപ്പോൾ ഐ തോട്ട് ഓഫ് ഷെയറിങ് മൈ നിക്സ് ലിപ്സ്റ്റിക് കളക്ഷൻ വിത്ത് യു ഗൈസ്. ഇത്രയും ലിപ്സ്റ്റിക്സ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് ഇത്രയും നിക്സിൻ്റെ കളക്ഷൻ ഉണ്ട്. ഞാനിങ്ങനെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒത്തിരി നോക്കാറുണ്ട് നിക്സിൻ്റെ ഓരോ പുതിയ പ്രോഡക്ട്സിൻ്റെ റിവ്യൂസ്. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നതിലും ഭയങ്കര ഗുഡാണ്. ഇപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ ചിലത് എൻ്റെ പുതിയ അഡിഷനാണ്. സോ ഐ തോട്ട് ഓഫ് ഷെയറിങ് ഇറ്റ് വിത്ത് യു ഗൈസ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി വീഡിയോ. ഞാൻ ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് ഞാൻ ഇപ്പം ഇട്ടിരിക്കുന്ന ഷെയ്ഡാണ്. ദിസ് വൺ. ഇങ്ങനെയാണ് ഇതിൻ്റെ പാക്കേജിങ് കേട്ടോ. രസമുണ്ട്, ക്യൂട്ടാണ്. ഇങ്ങനെ നമ്മൾക്ക് തുറക്കാം. ഇറ്റ് ലുക്സ് ലൈക്ക് ദിസ്. ജസ്റ്റ് ഒന്ന് ഇടാം, ബിക്കോസ് ഇത് ഓൾറെഡി പോയതുകൊണ്ട്. നല്ല തണുപ്പാണ് ഇതിടുമ്പോൾ. സോ ക്വാണ്ടിറ്റി വൈസും നന്നായിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഫസ്റ്റ് ഷെയ്ഡ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നിക്സിൻ്റെ ലിപ് ഐവി എന്നാണ് കേട്ടോ ഈ ഒരു ഹോൾ കളക്ഷൻ്റെ പേര്. എനിക്കാണ് ഗ്ലോബസിലൊക്കെ ഇവിടെ മേടിക്കാൻ കിട്ടുമായിരിക്കും. ഞാനിത് മിലാനോയിൽ പോയപ്പോഴത്തേക്കിനും അവിടെ ഒരു നിക്സിൻ്റെ ഹോൾ ഷോറൂം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എനിക്ക് ഗ്ലോബസിലൊക്കെ പോകുമ്പോൾ ഇതെപ്പോഴും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ഉണ്ടാവില്ല. അപ്പം ഇത് അവിടെ ഉണ്ടായിരുന്നു. ആൻഡ് ഐ ജംപ്ഡ് ഇൻ ടു ഇറ്റ് ആൻഡ് ഐ ബോട്ട് ഇറ്റ്. അതാണ് സത്യം. ഹൈഡ്രേറ്റിംഗ് ഗ്ലോസ് സിറം സെലക്ഷനിലെ 02 ഹൈഡ്രാ ഹണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് 02 ഹൈഡ്രാ ഹണി. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളെന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ഗ്ലോസ് പോയാലും ആ സ്റ്റെയിൻ നിൽക്കും. ദിസ് ഈസ് എ ലിപ് സ്റ്റെയിൻ, ഹൈഡ്രേറ്റിംഗ് ലിപ് സ്റ്റെയിൻ. ആൻഡ് ഇഫ് യു ഡോണ്ട് ലൈക്ക് ദ ഗ്ലോസ്, നമ്മൾ ലിപ് സ്റ്റെയിൻ ഇട്ടതിന് ശേഷം, ഈ ഒരു ഗ്ലോസ് ഇട്ടതിന് ശേഷം ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് തുടച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം. സോ ദാറ്റ് സ്റ്റെയിൻ റിമെയിൻസ്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ നമുക്ക് ഈ ലിപ് സ്റ്റെയിനിൻ്റെ പരസ്യങ്ങളൊക്കെ കാണാറില്ലേ, അത് നമുക്ക് ഇതായിട്ട് ഇതിങ്ങനെ നമ്മുടെ നിക്സിൽ പോയിട്ട് മേടിക്കാം. ഇറ്റ്സ് റിയലി ഗുഡ് ഗൈസ്. ട്രൈ ചെയ്ത് നോക്കണം. ഓഫീസിലൊക്കെ പോകുമ്പോഴാണെങ്കിലും ഇത് അടിപൊളിയാണ്. പിന്നെ ഭയങ്കരമായിട്ടുള്ള ന്യൂഡ് ഷെയ്ഡ്സും ഉണ്ട്. അപ്പോൾ ഒരു ലിപ് ലൈനർ ഇട്ടാൽ മതി. ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ലുക്ക് ലൈക്ക് യു വാഷ്ഡ് ഔട്ട് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ഇത് സൂപ്പറാണ്. ഗ്ലോസ് സിറത്തിൻ്റെ സെലക്ഷനിൽ ഇത് എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ്. ഇപ്പം മേടിച്ചതിൽ ഏറ്റവും ഫേവറേറ്റ്. ഇതെല്ലാം ഞാൻ യൂസ് ചെയ്താട്ടോ. സോ ഐ വിൽ കീപ്പ് ഇറ്റ് അസൈഡ്. ദ സെക്കൻഡ് വൺ ഈസ് എഗെയിൻ, ഇതിൻ്റെ പാക്കേജിങ്ങിനൊന്നും വ്യത്യാസമില്ല കേട്ടോ. കളർ വ്യത്യാസമുണ്ട്, പാക്കേജിങ്ങിനൊന്നും വ്യത്യാസമില്ല. പക്ഷെ ചെറിയ കളർ വ്യത്യാസമാണെങ്കിലും ഇറ്റ് മേക്സ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. അപ്പോൾ ഇതാണ് ലിപ് ഐവി സെലക്ഷനിലെ 05 മോച്ച മീ വെറ്റ്. ഇറ്റ്സ് ലിറ്റിൽ ബിറ്റ് ഓൺ ദി ഡാർക്ക് സൈഡ്. പക്ഷേ ഇത് ഗ്ലോസ് ഇപ്പം സമ്മറൊക്കെയാണ്. ഞാൻ നല്ല ഇപ്പം സൈക്കിളൊക്കെ ഓടിച്ച് നല്ല ടാനായിട്ടിരിക്കുകയാണ് ഞാനൊക്കെ. എന്നിട്ടും എനിക്കിത്
ചേരുന്നുണ്ട്. നോർമലി എനിക്ക് ഭയങ്കര ടാനായ എൻ്റെ ലിപ് ഷെയ്ഡ്സ് ലിപ്പ് വരെ ഭയങ്കരമായിട്ട് ഡാർക്കാവും, പക്ഷെ എന്നാൽ പോലും ദിസ് സ്റ്റിൽ സൂട്ട്സ് മീ. ഇറ്റ്സ് എൻ അമേസിങ് കളർ. ഐ വുഡ് സജസ്റ്റ് ടു ഗോ ടു ദ ഷോപ്പ് എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കാനാണ്. ഈ നമ്പർ 2 ഹൈഡ്ര ഹണിയും നമ്പർ 5 മോച്ച മീ വെറ്റുമായിട്ട് വ്യത്യാസമുണ്ട് കേട്ടോ. ഇറ്റ്സ് ഡിഫറെൻറ്റ്. ഇതൊരു ഡാർക്ക്, ഇത് കുറച്ചും കൂടി ഒരു ലൈറ്റ് ഷെയ്ഡാണ് നമ്മുടെ ഹൈഡ്ര ഹണി. പക്ഷെ രണ്ടും നമ്മുടെ സ്കിന്നിന് പറ്റും. ഈവൻ കുറച്ചധികം ഫെയർ കോംപ്ലക്ഷൻ ഉള്ളവർക്കും പറ്റും, എന്നേക്കാളും ഡാർക്കായിട്ടുള്ളവർക്കും പറ്റും. ദിസ് ഇസ് മൈ view about it. And the next one I would like to show the same NYXന്റെ ലിപ്പ് ഐവി. അതിൻ്റെ ആ ഒരു സെലക്ഷനിലുള്ള ഡ്രിപ്പിൻ നൂഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഇത് ആക്ച്വലി നമ്മുടെ ഹൈഡ്ര ഹണിയുമായിട്ട് കൈൻഡ് ഓഫ് സിമിലർ ആണ്. കാണുമ്പോൾ അത് സെയിം ആയിട്ട് തോന്നും, പക്ഷേ ലിപ്പിലിട്ട് നോക്കുമ്പം ദർ ഇസ് എ ഹ്യൂജ് ഡിഫറൻസ്. സോ Drippin Nude is something which I really love. ഇതിൻ്റെ കൂടെ ഒരു ലിപ്പ് ലൈനറും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ it is gonna be like really amazing. These are the 3 shades which I bought from this NYX Lip Ivy collection. These are the 3 shades which I bought from Lip Ivy collection. I hope you like it. അടുത്ത ഒരു സെക്ഷനിലേക്ക് പോകാം. NYXന്റെ തന്നെ ഈ ലിപ്പ് ഐവിയുടെ സെക്ഷൻ നമുക്ക് കഴിഞ്ഞു. സ്റ്റെയിൻ്റെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇനി വരുന്നതൊന്നും സ്റ്റെയിൻ അല്ല, ഇറ്റ്സ് ജസ്റ്റ് എ നോർമൽ ലിപ്സ്റ്റിക് ആണ്. നെക്സ്റ്റ് ന്യൂ കളക്ഷൻ ഫ്രം ദ സെയിം സെറ്റ്, അതായത് NYXന്റെ തന്നെ വേറെ ഒരു ടൈപ്പാണ്. സിൽക്ക് ക്ലിക്ക് NYXന്റെ തന്നെ ഷൈനി ലിപ് ബാം ബൗമെ ബ്രില്യൻസ് ലിപ് ബാം കളക്ഷനാണ്. മറ്റേത് ഹൈഡ്രേറ്റിംഗ് ഗ്ലോസ് സെറം സെലക്ഷൻ ആണ്. ദിസ് ഇസ് സൂപ്പർ ഗുഡ് ഗായ്സ്. ഇതിന് പല ഷെയ്ഡുണ്ട്, ബട്ട് ദിസ് ഇസ് റിയലി ഗുഡ്. ഇതൊരു പേന പോലെ നമുക്ക് എവിടെ കൊണ്ട് നടക്കാം. ഇത് കണ്ടോ, ഇതിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഒരു സംഭവമുണ്ട്. നമ്മുടെ പേന നമ്മൾ സ്വിച്ച് ചെയ്യില്ലേ, അതുപോലെ. ആൻഡ് ദിസ് ഇസ് ജസ്റ്റ് ലൈക്ക് എ ലിപ് ബാം. ഇറ്റ്സ് റിയലി ഗ്ലോസി ആൻഡ് ഇറ്റ്സ് റിയലി നൈസ്. അപ്പം നമുക്കിതിങ്ങനെ കണ്ടോ, അങ്ങനെ പ്രസ് ചെയ്താൽ, കുറച്ചധികം പ്രസ് ചെയ്താൽ ഇത് മുകളിലേക്ക് വരും ഫ്രം ഹിയർ, പെൻ പോലെ. ആൻഡ് യു ക്യാൻ യൂസ് ഇറ്റ്. ആൻഡ് ഇറ്റ്സ് ലൈക്ക് എ ലിപ് ബാം, ബട്ട് വെരി ഗ്ലോസി ലിപ് ബാം ആണ്. ഇറ്റ്സ് റിയലി നൈസ് ആൻഡ് ഐ സ്ട്രോങ്ലി റെക്കമെൻഡ് ഇറ്റ്. ഇത് നമുക്ക് ഭയങ്കര അഫോർഡബിൾ ആണ്. ആൻഡ് ദ ഷെയ്ഡ് ഈസ് നമ്പർ 5 ലിങ്ക് ഇൻ മൈ ബയോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഈ ലിപ് ബാം കളക്ഷനിലെ ഈ ഒരു ഷെയ്ഡ് ഐ വുഡ് ഡെഫിനറ്റ്ലി റെക്കമെൻഡ്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ നെക്സ്റ്റ് വൺ അഗൈൻ സെയിം ഡിസൈൻ ഓഫ് പെന്നാണ് ഇത്, പക്ഷേ ദിസ് ഈസ് മാറ്റ് ആണ്. മാറ്റ് കളക്ഷനിലുള്ളതാണ്. സ്മൂത്ത് കളർ ലിപ്സ്റ്റിക്, ആക്ച്വലി ലിപ്സ്റ്റിക്കാണ്. സ്മൂത്ത് പൗഡറി, സോ ഗുഡ്. അപ്പം ഇതും സെയിം ആണ്. ഞാൻ അവിടെ വെച്ച് ട്രൈ ചെയ്തിട്ടുള്ളൂ. ഇത് ഞാൻ ഇവിടെ വീട്ടിൽ വന്നിട്ട് ട്രൈ ചെയ്തിട്ടില്ല, പക്ഷേ ഞാൻ അവിടെ ട്രൈ ചെയ്തിട്ടാണ് ഇതെടുത്തത്. സോ അഗൈൻ ഇറ്റ്സ് ഇങ്ങനെ നമുക്ക് ആ ഒരു പ്രസ് ചെയ്യാനുള്ള സംഭവമുണ്ട്. ആൻഡ് ദെൻ ഇറ്റ് വിൽ കം ഫ്രം ഹിയർ. ഇത് ടൂത്ത് പേസ്റ്റ് പോലെയാണ്. റിമെമ്പർ, ആവശ്യത്തിന് പ്രസ് ചെയ്തിട്ട് യൂസ് ചെയ്യുക, ബിക്കോസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചുള്ളിലേക്ക് പോകില്ല. അപ്പം നമുക്ക് വളരെ മൈന്യൂട്ടായിട്ട് ഇത് പുറത്തേക്ക് വരുള്ളൂ. ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ഐ ഹാഡ് ദിസ് ഷനേലിൻ്റെ ഒരു പൗഡർ ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, അത് നിങ്ങൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ പുറത്തേക്ക് വരും, കുറച്ചധികം പുറത്തേക്ക് വരും. ആൻഡ് അത് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ പൗഡർ പോലെയാണ്, പെട്ടെന്ന് പോവുകയും ചെയ്യും. പക്ഷേ ഇതങ്ങനെയല്ല, ഒരു പ്രസ് ചെയ്താൽ കുറേ ഒന്നും പുറത്തേക്ക് വരത്തില്ല. അപ്പം ആവശ്യത്തിന് പ്രസ് ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ക്ലോസ് ചെയ്യാം. ഇറ്റ്സ് സൂപ്പർ ഗുഡ്. സോ ദിസ് മാറ്റ് സെലക്ഷൻ സ്കാർലെറ്റ് സ്നഗിൾസ് നമ്പർ 17. ഇനി നമുക്ക് NYXന്റെ തന്നെ അടുത്തത്. ഇത് പക്ഷേ ഞാൻ ഇപ്പോഴൊന്നും മേടിച്ചതല്ല, കുറച്ചധികം നാളായിട്ട് മേടിച്ചതാണ്. എൻ്റെ മിക്ക ഷോട്ടുകളിലും എൻ്റെ ലിപ്സിൽ ഉള്ളത് ദിസ് വൺ ആണ്. ആൻഡ് ദിസ് ഇസ് കോൾഡ് NYX. ഷെയ്ഡ് ഈസ് സ്ട്രാപ്സ് ഓഫ്. പക്ഷേ ഇത് നിങ്ങൾ മേടിക്കുമ്പോൾ
LXXL08. ഇതിവിടെ എഴുതിയിട്ടുണ്ടാവും LXXL08. സ്ട്രാപ്സ് ഓഫ് ഇതിൻ്റെ ഡിസൈനും ഡിഫറെൻ്റ് ആണ് കമ്പയർഡ് ടു ദി അതേഴ്സ്. അപ്പോൾ ദിസ് ഇസ് ഹൗ ഇറ്റ് ഈസ്. ഇറ്റ് ഈസ് റിയലി ഗുഡ്. ചുണ്ടത്ത് ഇട്ടാൽ രാത്രി രാവിലെ എല്ലാം നിങ്ങൾ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ആണെങ്കിലും എന്താണെങ്കിലും ഇത് പോകത്തില്ല. സോ മേക്കപ്പ് റിമൂവർ ഇട്ട് നല്ലപോലെ തുടച്ചാൽ മാത്രമേ പോകത്തുള്ളൂ. ആൻഡ് ഇറ്റ്സ് റിയലി ഗുഡ്. നിങ്ങൾ നല്ലൊരു ഡിന്നർ ഡേറ്റിനൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഗുഡാണ്. ബിക്കോസ് നമ്മുടെ ചുണ്ടത്തുനിന്ന് പോവാൻ നല്ല ടഫാണ്. ആൻഡ് ഇറ്റ്സ് റിയലി റിയലി ഗുഡ്. ആൻഡ് ഇറ്റ്സ് ലൈക്ക് തുറക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ പൊന്തി വരും. ആൻഡ് ഇറ്റ്സ് അഗെയിൻ ലൈക്ക് ദിസ്. ഐ സ്ട്രോങ്ലി റെക്കമെൻഡ്. കുറച്ച് ഫെയർ കോംപ്ലക്ഷൻ ഉള്ളവർക്കും ഡാർക്ക് കോംപ്ലക്ഷൻ ഉള്ളവർക്കൊക്കെ ചേരും. എൻ്റെ കോംപ്ലക്ഷൻ ഉള്ളവർക്കും എന്നെക്കാളും ഡാർക്കായിട്ടുള്ളവർക്കും ഒക്കെ മുഖം കുറച്ചും കൂടെ ഫ്രഷ് ആയിട്ടിരിക്കാം. വേറെ മേക്കപ്പ് ഒന്നും ഇടേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഫ്രഷ് ആയിട്ടിരിക്കാൻ ദിസ് ഇസ് റിയലി ഗുഡ് കേട്ടോ. അപ്പോൾ സമ്മറിൽ വിൻ്ററിലൊക്കെ എൻ്റെയൊക്കെ കളർ ഡിഫറെൻറ്റ് കളറാണ് എൻ്റെ മുഖത്തിന്. പക്ഷേ ഈ സാധനം എൻ്റെ എല്ലാ കളർ ഫേസസിനും ചേരും. അപ്പോൾ let's go to the next NYX collection of mine, which is Smooth Whip Matte Lip Cream. Teddy Fluff എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡിലെ മാറ്റെ ലിപ് ക്രീം. ഇതാണ് സാധനം. എൻ്റെ മിലാനോ വ്ളോഗിൽ എല്ലാം എൻ്റെ ചുണ്ടിൽ ഇതാണ്. ദിസ് ഈസ് ലൈക്ക് സോ ഗുഡ്. എനിക്ക് നിക്സുകാർ എന്തിനാണ് ഇങ്ങനെ ബ്രൗൺ സ്കിന്നുള്ളവർക്ക് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സ് ഇറക്കണമെന്ന് എനിക്കറിയില്ല. ഐ ലവ് ദിസ് ബ്രാൻഡ്. ഐ സ്പെൻഡ് സോ മച്ച് മണി on MAC and Bobbi Brown and Claret and this and that. Claret, Bobbi Brown എൻ്റെ ഫേവറേറ്റ്. പക്ഷേ MAC പെട്ടെന്ന് പോകും എൻ്റെ ലിപ്സിൽ നിന്ന്. വെരി ഫാസ്റ്റ് ഇറ്റ് ഗോസ്. പക്ഷേ ബോബി ബ്രൗൺ ആണ് പിന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. ബട്ട് ഇറ്റ്സ് വെരി 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 പ്രൈസി. പക്ഷേ നിക്സ്, ദിസ് ഇൻ്റർനാഷണൽ ബ്രാൻഡ് ഇസ് ലൈക്ക് ക്രിയേറ്റിംഗ് മാജിക് ഫോർ ഓൾ ഷെയ്ഡ് പീപ്പിൾ. അവരെ ഞാൻ വളരെ വലിയ 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 താങ്ക്സ് പറയുന്നു. ആൻഡ് ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ് ലൈക്ക്. സൂപ്പർ ഗുഡ്, സൂപ്പർ ഗുഡ്. ഭയങ്കര സ്മൂത്താണ്. ഇത് പൗഡറി ലിപ്സ്റ്റിക് ആണെങ്കിലും ലിപ് സ്റ്റെയിൻ ആണെങ്കിലും അല്ലെങ്കിൽ ലിപ്സ്റ്റിക് ആണെങ്കിലും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇത് വൈകുന്നേരം വരെ ഇങ്ങനെ ഇരുന്നോളും. നമ്മുടെ ലിപ്സിനെ ഡ്രൈ ആക്കാത്ത ചില പൗഡറി ലിപ്സ്റ്റിക്സ് അല്ലെങ്കിൽ പൗഡറും മാറ്റും ഡിഫറെൻ്റ് ആണ് കേട്ടോ. പൗഡറി ലിപ്സ്റ്റിക്ക് ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ളൊരു എഫക്റ്റ് കൊണ്ടുവരും. നമ്മുടെ സ്കിന്നിനെ ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കില്ല. പക്ഷേ പൗഡറി ലിപ്സ്റ്റിക്ക് ഭയങ്കര ഫാസ്റ്റായിട്ട് നമ്മുടെ ലിപ്പിൽ നിന്ന് പോകും. ബട്ട് ദിസ് തിങ് പോത്തേയില്ല. ഞാൻ ഓഫീസിലൊക്കെ സ്ഥിരം ഇട്ടുകൊണ്ട് പോകുന്ന സാധനമാണിത്. സംടൈംസ് ഐ മിക്സ് ഇറ്റ് വിത്ത് എ ലിറ്റിൽ ബിറ്റ് ഓഫ് സം അതർ ടിൻറ്റ്, സോ ഇറ്റ് ഗിവ്സ് എ ഡിഫറെൻറ്റ് ഷെയ്ഡ്. പക്ഷേ ഇത് മാത്രം ഇട്ടാലും സൂപ്പർ അമേസിംഗ് ആണ്. എൻ്റെ മിലാനോ വ്ളോഗ്സിൽ ഞാൻ ഫുൾ ഇട്ടിരിക്കുന്ന ഇതാണ്. അടുത്ത എൻ്റെ നിക്സിൻ്റെ കളക്ഷനാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഫുൾ ബോഡീഡ് ഷൈൻ ഗ്ലോസ് ജെലി ജോബ്. Shade is 15 Bling Me Jelly. So this is how it looks like. കടയിൽ എൻ്റെ അവിടെ നിന്നിരുന്ന പെൺകുട്ടി എനിക്ക് സജസ്റ്റ് ചെയ്തതാണ് ഈ ഒരു ഷെയ്ഡ്. പക്ഷെ നമ്മൾ ഒരിക്കലും എസ്പെഷ്യലി ഇന്ത്യൻ സ്കിൻ ടോൺ ഇത് കുറച്ചൊന്ന് ഡെയർ ചെയ്യും മേടിക്കാൻ വേണ്ടിയിട്ട്. ബിക്കോസ് ഇത് ഭയങ്കര ഷൈനി ആയിട്ട് ആണ് ഇരിക്കുന്നത്. ഇത് നല്ല രസമാണ്. ഇതിങ്ങനെ കോലാണ് കേട്ടോ. ഇത് സ്പ്രെഡ് ചെയ്യുന്നത് ഒരു കോലാണിത്. സോ നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ വടിച്ചെടുക്കാം. ഇതിങ്ങനെ ഇവിടെ സ്പോഞ്ചല്ല, ഇതൊരു കോലാണ്. വെച്ചിങ്ങനെ നമുക്ക് തേച്ച് വയ്ക്കാം അങ്ങനെ. പക്ഷേ ഉണ്ടല്ലോ, ഇത് ഞാൻ അങ്ങ് ഇടുമ്പം ആ ഒരു ഗ്ലിറ്റർ അല്ല കൂടുതൽ കാണുന്നത്. പക്ഷേ നമ്മുടെ ലിപ്പിൻ്റെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഞാൻ ഒരിക്കലും ഒറ്റയ്ക്ക് പോവുകയാണെങ്കിൽ ഇത് കാണുമ്പം ഇങ്ങനെ എടുത്തിട്ട് നമ്മളൊന്ന് ട്രൈ ചെയ്യാൻ പോലും നോക്കത്തില്ല. പക്ഷെ അവൾ പറഞ്ഞപ്പോൾ ഞാനത് എടുത്തങ്ങ് ട്രൈ ചെയ്തു. ആൻഡ് ഐ റിയലി ലവ്ഡ് ഇറ്റ്. ഐ വാസ് ലൈക്ക് പാക്കറ്റ് അങ്ങനെയായിരുന്നു. സോ this is one of my favorite selection right now. അപ്പം ഈ ഒരു ഷെയ്ഡ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യുക. എൻ്റെ ഷെയ്ഡും എൻ്റെ അല്ലാത്ത കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡും ഇപ്പം ഞാൻ നല്ലപോലെ എൻ്റെ വേറൊരു ഷെയ്ഡിലേക്ക് മാറിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചത്തേനേക്കാളും, ബിക്കോസ് ഓഫ് മൈ റൈഡ് യെസ്റ്റർഡേ. പക്ഷേ ഇറ്റ്സ് റിയലി ഗുഡ്. ട്രൈ ഇറ്റ് ഔട്ട് ഗൈസ്, ട്രൈ ഇറ്റ് ഔട്ട്.
ദെൻ ഞാൻ മേടിച്ചത് നിക്സിൻ്റെ തന്നെ ഈ ഒരു ലിപ് ലൈനറാണ്. ഞാൻ അവിടെ ചുറ്റും നോക്കിയിട്ടേ ഉള്ളൂ. അൺബോക്സ് ചെയ്യാം നമുക്ക്. സോ ദിസ് ഈസ് എ ലിപ് ലൈനർ which is like this. This is of the shade After Hours, LLLS08 After Hours എന്നാണ് ഈ ഒരു ഷെയ്ഡിൻ്റെ പേര്. ഇവരുടെ പാക്കേജിങ് എന്തൊരു ക്യൂട്ടല്ലേ. ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സ്കെച്ച് പെൻ പോലെയാണ് ഇരിക്കുന്നത്. നമ്മുടെ ഐലൈനറൊക്കെ ഇല്ലേ, അതിൻ്റെ സ്കെച്ച് പെൻ പോലെയാണ്. ഇതിങ്ങനെ അങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ ഇത് എന്തൊക്കെ ചെയ്താലും നമ്മുടെ കയ്യിൽ നിന്നും പോവില്ല, നമ്മുടെ ചുണ്ടിൽ നിന്നും പോവില്ല. സോ ഈ ഒരു സാധനം ലിപ് ലൈനർ സാറ്റിൻ, ആ ഒരു സാധനമാണ്. ഈ ഷെയ്ഡ് നിങ്ങൾക്ക് ഏത് ഷെയ്ഡ് വേണമെങ്കിലും അവിടെ പോയി നോക്കാം. ബട്ട് അമേസിങ് ആണ്. ഞാൻ അതെൻ്റെ കയ്യിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി കടയിൽ പോയിട്ട്, ബിക്കോസ് എൻ്റെ ചുണ്ടിൽ ഓൾറെഡി കുറേ കളേഴ്സ് ഉണ്ടായിരുന്നുകൊണ്ട്. ബട്ട് അത് പോന്നേയില്ല. അപ്പോൾ ഇതൊരു അടിപൊളി സാധനമാണ്. മേടിക്കാം. സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പെർഫ്യൂം കളക്ഷൻ ഇടാൻ പറ്റുമോ എന്നുള്ളത്. ഞാൻ ഇടാം ഡെഫിനറ്റ്ലി, പക്ഷെ അത് ലോങ് വീഡിയോ ആയിട്ട് ഇടാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ബിക്കോസ് ഞാൻ നല്ല പെർഫ്യൂംസ് യൂസ് ചെയ്യുന്ന ആളാണ്. പക്ഷേ എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിപ്സ്റ്റിക്ക് പോലെയല്ല ഞാൻ പെർഫ്യൂം യൂസ് ചെയ്യണേ. ഒരു പെർഫ്യൂം മേടിച്ചാൽ ഐ യൂസ് ഇറ്റ് അൺടിൽ ഐ ഫിനിഷ് ഇറ്റ്. അപ്പോഴത്തേക്കിനും ഞാൻ ആ പെർഫ്യൂമിൽ ബോറടിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്നിട്ട് അടുത്ത പെർഫ്യൂമിലേക്ക് കടക്കും. അങ്ങനെയാണ് ഉള്ളത്. പക്ഷേ ഞാൻ മേടിക്കുന്നതെല്ലാം വളരെ ലൈറ്റ് സ്മെല്ലായിട്ടുള്ള പെർഫ്യൂംസാണ്. അപ്പം ഞാൻ എന്തൊക്കെ മേടിച്ചിരുന്നു അതിൻ്റെ റിവ്യൂ, പക്ഷെ അതിൻ്റെ ഒന്നും ബോട്ടിൽസ് ഇപ്പം എൻ്റെ കയ്യിലില്ല. പക്ഷെ ഞാൻ ഇത്ര നാളും യൂസ് ചെയ്തിട്ടുള്ള പെർഫ്യൂംസിൻ്റെ ഒരു കഥയും ഒരു റിവ്യൂവും പിന്നെ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഏതാന്നുള്ളതും കൂടിയായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ സൂൺ വരാം. പക്ഷെ എൻ്റെ കയ്യിൽ കാണിച്ചു തരാൻ ആകെ ഒരെണ്ണേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഐ ഹാഡ് എ ലോട്ട് ഓഫ് എക്സ്പീരിയൻസ് വിത്ത് അമേസിങ് പെർഫ്യൂംസ്. അത് ഞാൻ സൂൺ ഇടാം കേട്ടോ. അതെനിക്ക് കുറച്ചൊന്ന് പ്രിപ്പയർ ചെയ്യണം, ബിക്കോസ് എൻ്റെ കയ്യിൽ സാധനം ഇല്ലാത്തത് കൊണ്ട്. പ്ലീസ് വെയിറ്റ് ഫോർ ദാറ്റ്. അതായിട്ട് ഞാൻ വരും. എൻ്റെ ലിപ്പിൻ്റെ കളറല്ല നിങ്ങളുടെ ലിപ്പിൻ്റെ കളറ്. അപ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെയും മുഖത്തിടുമ്പോഴത്തേക്കിനും അത് ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. എല്ലാവരും ഇവിടെ സ്വാപ്പ് ചെയ്തിട്ട് കാണിക്കും, പക്ഷേ ഐ ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ്. ഇവിടുത്തെ കളറല്ല ഇവിടുത്തെ കളറ്. അപ്പോൾ നമ്മളുടെ ഇവിടെ ലിപ്സ്റ്റിക്ക് ഇട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഇവിടെ മാച്ച് ആവണം എന്നില്ല. ഓൾസോ നമ്മുടെ ലിപ്പിൻ്റെ ഷെയ്ഡ്, നമ്മുടെ ചുണ്ടിൻ്റെ ഒരു കളറുണ്ട്, ഒരു നാച്ചുറൽ കളറ്. അപ്പോൾ ആ ഒരു നാച്ചുറൽ കളറിൽ ഓരോ ലിപ്സ്റ്റിക്കിൻ്റെ കളറ് ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ ഞാൻ ഭയങ്കരമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് നിക്സ്. ഞാനിപ്പം അത് നിങ്ങൾക്ക് എന്തായാലും കാണുമെന്ന് എനിക്കറിയില്ല. ഞാൻ രാവിലെ ഇട്ടതാണ്. ഐ വെൻറ്റ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഔട്ട്സൈഡ് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ആ ഒരു ഷെയ്ഡ് നിൽക്കുന്നുണ്ട്. ലൈറ്റ് വാട്ട് ഐ വുഡ് സജസ്റ്റ് ഇസ് കടയിൽ പോവുക, ഇട്ട് നോക്കുക. ഞാനിങ്ങനെ ഓരോ ഷെയ്ഡ്സ് പറയും, പക്ഷേ ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ഓൺലൈനിൽ മേടിക്കാതെ പോയിട്ട് ഈ ഷെയ്ഡ്സ് ഒരു റെഫറൻസ് ആക്കി വെച്ചിട്ട് ഓൺലൈനിൽ മേടിക്കാതെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോയിട്ടൊക്കെ ഒന്ന് ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഇസ് എ വെരി വെരി ഗുഡ് സ്റ്റാഫ്. കടയിൽ പോയിട്ട് തന്നെ മേടിക്കാം കേട്ടോ. അത് ഐ വുഡ് സജസ്റ്റ്. ഇപ്പോൾ ഇവിടെ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രാവലൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും എവിടെന്നെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മേടിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ നിക്സിൻ്റെ കളക്ഷൻ ഓഫ് ലിപ്സ്റ്റിക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതണു. ഇതൊരു പെയ്ഡ് കൊളാബറേഷൻ ഒന്നും അല്ലാട്ടോ. ഇത് എൻ്റെ ഭയങ്കര ഇഷ്ടമായിട്ട് എനിക്ക് ഇത് ഷെയർ ചെയ്യണമെന്ന് ഡെഫിനറ്റായിട്ട് തോന്നിയിട്ടാണ് ഞാൻ ഇത് ചെയ്യണത്. അപ്പോൾ ഈ ഒരു സെറ്റ് ഓഫ് ലിപ്സ്റ്റിക്സ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓരോരുത്തരുടെ ഷെയ്ഡിന് ഓരോ ടൈപ്പായിരിക്കും ഇതിരിക്കുന്നത് നിങ്ങളുടെ മുഖത്തിടുമ്പോൾ. സോ ട്രൈ ഇറ്റ് ഔട്ട് ആൻഡ് ഐ വുഡ് റിയലി റെക്കമെൻഡ്. ഇറ്റ്സ് ലോങ് ലാസ്റ്റിംഗ്. ഇറ്റ്സ് നമ്മുടെ പേർപ്പസ് സെർവിങ് എന്ന് പറയാം. നമ്മുടെ ആവശ്യം കാണുന്ന സംഭവങ്ങളാണ് ഇവരിറക്കുന്നത്. ആൻഡ് ഇറ്റ്സ് വർത്ത് യുവർ മണി. ആൻഡ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂട്ടോ. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.